ഞാനെങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി, എങ്ങനെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. സ്വാഗതം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുന്നേയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസ് ആക്കിയത്, എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെയാണ്. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ കൂടുതലും ഓൺ വീഡിയോ, അതായത് എൻ്റെ സ്വന്തം ഫേസ് ഇട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമില്ലാതാകുകയും, അതായത് ചാനൽ മാത്രമല്ലല്ലോ, നമുക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ, അങ്ങനെ എൻഗേജ്ഡ് ആയപ്പോൾ ചാനൽ കളയാൻ തോന്നിയിട്ടില്ല. ചാനൽ എങ്ങനെയെങ്കിലും സക്സസ് ആകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു വ്യൂസ് വാച്ചവേഴ്സ് പോകാതിരിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും കഴിയാതെ വന്നു. അങ്ങനെ ഞാൻ എന്താ ചെയ്തത്, കുറച്ച് ഇമേജസ് സ്ലൈഡ് ഷോ ഒക്കെ ആയിട്ട് ഇട്ട് ന്യൂസ് റിലേറ്റഡ് ആയിട്ടും ടി വി ഷോസിന് റിലേറ്റഡ് ആയിട്ടൊക്കെ റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇടുന്ന സമയത്ത് എൻ്റെ വോയിസ് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നില്ല അവിടെ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ആണ് നമ്മൾ അവിടെ, ഇമേജസ് ഒക്കെയാണ് നമ്മൾ അവിടെ സ്ലൈഡ് ഷോ ആയിട്ട് ഉൾപ്പെടുത്തിയായിരുന്നു ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോയിസ് ഓൺ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോൾ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുകയാണ് ചെയ്തത്. അതായത് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളൊരു കാര്യമായിരുന്നു അന്ന് യൂട്യൂബ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതെങ്ങനെ മാറ്റി ഞാൻ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ സക്സസ് ആക്കി എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കി. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയാൻ ഞാൻ മറ്റൊരാളുടെയും കണ്ടന്റുകൾ എടുത്തിട്ടില്ല. ഞാൻ സ്വയമേ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കുറേ ഓൺ ഷൂട്ട് ചെയ്ത് എൻ്റെ വീഡിയോസ് ഉണ്ട്. അതല്ലാതെ ഞാൻ ചെയ്തിരിക്കുന്നത് റിവ്യൂസ് വീഡിയോസ് ഉള്ളതാണ്, സ്ലൈഡ് ഷോ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒട്ടുമിക്ക എടുത്തും ഫേസ് കാണിക്കാതെ, ഓൺ കണ്ടന്റ് അല്ലാതെ ഫേസ് കാണിക്കാതെ ഉള്ളതിനൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് അപ്പീൽ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. 14 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അപ്പീൽ ചെയ്താൽ നമുക്ക് അപ്പീൽ അവർ അപ്രൂവ് ആക്കി നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഏതായാലും ഓൺ വീഡിയോ തന്നെയാണ്, ഞാൻ അതിലൊരു കൃത്രിമത്വം കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ 100% ഉറപ്പ് വേണം. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു വീഡിയോ എടുത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ മറ്റൊരാളുടെ സൗണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോസ് ക്ലിപ്പുകളോ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് മാത്രമേ നിങ്ങൾ ഇങ്ങനെ പിന്നെ ചെയ്യാവുള്ളൂ, അപ്പീലിന് പോകാവുള്ളൂ. ആ വീഡിയോ വീണ്ടും ഇട്ടുകൊണ്ട് നിങ്ങൾ അപ്പീൽ ചെയ്താൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ചാനലിൽ ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ടില്ല, ആരുടെയും കണ്ടന്റ് എടുത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ കണ്ടന്റ് മാത്രമായിരുന്നു. അതുകൊണ്ട് ഫേസ് ഇല്ല എന്നൊരു കുറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു അപ്പീൽ വീഡിയോ ചെയ്തു. അപ്പീൽ വീഡിയോ ചെയ്തത് ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഞാൻ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരു വീഡിയോ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഒരു അപ്പീൽ വീഡിയോ ചെയ്തത്. ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഞാൻ ഇന്ന ചാനലിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം. അത് നമ്മൾ ഏത് ആപ്പിലാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇൻഷോട്ടിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻഷോട്ടിൽ എങ്ങനെയാണ് ഞാൻ ആ വീഡിയോ, അതായത് ഫേസ് കാണിക്കാതെ തന്നെ സ്ലൈഡ് ഷോട്ട് വെച്ചിട്ട് ആ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് വീഡിയോ ആക്കിക്കൊണ്ട് എടുത്ത് ഞാനത് എൻ്റെ അപ്പീൽ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഞാൻ എങ്ങനെയാണ് ആ വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പീൽ വീഡിയോയിൽ ഉൾപ്പെടുത്തി, എൻ്റെ ഓൺ കണ്ടന്റ് ആണ് എന്നൊക്കെ ഉൾപ്പെടുത്തി ഒരു അപ്പീൽ വീഡിയോ നമ്മൾ ചെയ്യുകയാണ് ചെയ്തത്. ആ അപ്പീൽ വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് മാത്രം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഒരിക്കലും പ്രൈവറ്റ് ആയിട്ടും അല്ല, പബ്ലിക്കായിട്ടും അല്ല, അൺലിസ്റ്റഡ് ആയിട്ടിരുന്നു. അത് യൂട്യൂബ് കാണുന്നു. അതിനുശേഷം എനിക്ക് മോണിറ്റൈസേഷൻ തരുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഫേസ്ലെസ് വീഡിയോ ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫേസ്ലെസ് വീഡിയോ ചെയ്തിട്ടായാലും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഒരു ഫേസ്ലെസ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുകൂടിയാണ്. മോണിറ്റൈസേഷൻ്റെ സമയത്ത് ഇത്ര ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അപ്പീൽ പോകേണ്ടി വരും. അപ്പീൽ പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് അപ്പീൽ ചെയ്യുക. ഇപ്പോൾ മോണിറ്റൈസേഷൻ റിജക്റ്റായി, റീയൂസ്ഡ് കണ്ടന്റ് ആണ് എന്നൊരു മെസ്സേജ് വരുമ്പോൾ പെട്ടെന്ന് ഈ ചാനൽ അങ്ങ് പോയി, അല്ലെങ്കിൽ ഇനി ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊന്നും പേടിച്ചിരിക്കാതെ, നിങ്ങളുടെ തന്നെയാണ് മറ്റൊരാളുടെ കണ്ടന്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, റീക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു അപ്പീൽ വീഡിയോ ചെയ്യുക. അപ്പീൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്തായാലും കിട്ടും. അങ്ങനെ അപ്പീൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ കണ്ടന്റ് മാത്രമേ ഉണ്ടാകാവുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പിലിട്ട് എഡിറ്റ് ചെയ്തത്
നമ്മുടെ വോയിസ് ഒക്കെ തന്നെ ഉണ്ടാകാവുള്ളൂ. ഒരിക്കലും മറ്റൊരാളുടെ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്ന വീഡിയോ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സൗണ്ട്, എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം വീഡിയോസുകൾ മാത്രമാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്പീൽ ചെയ്യാവുള്ളൂ. മറ്റൊരാളുടെ വീഡിയോ എടുത്ത് റീക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മുടെ വോയിസ് കൊടുത്തിട്ട് അത് നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് അപ്പീൽ ചെയ്താൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.